എൻ്റെ പേര് ഷിജി. ഞാൻ നീലമ്പേരൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ ധ്യാനമാണ്. ആദ്യത്തെ ധ്യാനത്തിൽ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഇവിടെ വന്ന് ധ്യാനം കൂടി രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ രണ്ടാമത്തെ മോളുടെ ഫീസ് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫീസ് ലോൺ എടുക്കാതെ തന്നെ അവളുടെ ഫീസ് തരാൻ വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഓഗസ്റ്റിൽ ഇവിടെ ധ്യാനം കൂടി വീട്ടിൽ തിരിച്ചു ചെന്ന ആ മാസത്തിൽ തന്നെയും 1,70,000 രൂപ അമ്മ പലരിലൂടെ ഞങ്ങൾക്ക് തന്നു. അവളുടെ ഫീസ് ഈ വർഷം ലോൺ എടുക്കാതെ ഞങ്ങൾക്ക് അടയ്ക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൾക്ക് അവളുടെ കാലിനൊരു വേദന വന്നു, കാലിന് നീരും വേദനയും വന്നു. അപ്പം നമ്മൾ പല ടെസ്റ്റുകളും നടത്തി, വേറെ അസുഖങ്ങളൊന്നും കണ്ടുപിടിക്കുന്നില്ല. അവൾക്ക് സ്റ്റെപ്പ് കയറാനോ ക്ലാസ്സിൽ പോകാനോ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഞാനിവിടെ സാലിമ ആൻറ്റിയോട് പറഞ്ഞ് നിയോഗം വെച്ച് 33 രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ കാല് വേദനയും നീരും പൂർണ്ണമായും സുഖപ്പെട്ടു. ഇപ്പോൾ ഇത്രയും നാളായിട്ട് അവൾക്ക് കാല് വേദന ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്നലെ ഇവിടെ ധ്യാനത്തിന് വന്നതിന് ശേഷം അമ്മ മാതാവ് ഒരു ജപമാലയുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ആ ജപമാല കണ്ടതിന് ശേഷം ഞാൻ അവിടെ കൗൺസിലിങ്ങിന് പോയിരുന്നപ്പോൾ കുറേ അധികം രക്തക്കണ്ണീർ ജപമാല ചൊല്ലാൻ എനിക്ക് സാധിച്ചു. അപ്പം എനിക്ക് ചൊല്ലണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തന്ന ഞാൻ അവിടെ ഇരുന്ന് കുറേ സമയം രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും ഉണ്ണീശോയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ചേ. പ്രൈസ് ദി ലോർഡ്.